ഇപ്പോഴും നിങ്ങൾ നോക്കുക, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഒരു 100 ആൾ കൂടി സ്വലാത്തല്ലാണെങ്കിൽ അതിനാരാ പരിഹസിക്കുക? നമ്മളൊന്ന് പറഞ്ഞാൽ വിദേഹത്തുകാരെ വെള്ള പൂശുന്ന ആൾക്കാർ സർവ്വം കേട്ടോട്ടെ. ഒരു 100 ആൾ ഒരുമിച്ച് കൂടിയിട്ട് 150 സ്വലാത്തല്ലെങ്കിൽ ആരായനെ കളിയാക്കുക? ഈ നാട്ടിലെ ഹൈന്ദവൻ കളിയാക്കും സഹോദരങ്ങളെ? ഇല്ല. ക്രൈസ്തവൻ കളിയാക്കും, ബുദ്ധനും ഒന്നും കളിയാക്കും. ആരാ കളിയാക്കുക? വിദേഹത്തുകാരനാ കളിയാക്കുക. എന്താ നമുക്കത് പറ്റാത്ത? നമ്മളൊരു 10 ആൾ 20 ആൾ കൂടി ഒരുമിച്ച് ഒരു സ്വലാത്തിൽ എന്ത് തെറ്റാനുള്ളത്? സ്വലാത്ത് എങ്ങനെ ചൊല്ലാലോ, പറ്റുന്ന സ്ഥലത്ത് എങ്ങനെ ചൊല്ലാം. അല്ലാഹുവിന്റെ പെർമിറ്റ് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുമ്പൊരു സംവാദത്തിൽ ഒരു ആലിമിനോട് ഒരു വിദഗ്ധകാരൻ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ പറ്റി ഇല്ലാത്തൊരു ആക്ഷേപം പറയുന്നുണ്ട്, ഞങ്ങൾ സ്വലാത്തിനെതിരാണ്, ഞങ്ങൾ സ്വലാത്തിനെ എതിർക്കുന്നവരാണ്. അപ്പൊ ആലിമ് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എതിർക്കുന്ന ആളല്ലല്ലോ, ഇവിടെ ഇപ്പൊ ഇത്രയും ആയിരക്കണക്കിന് ആളില്ല, നമ്മളെല്ലാവരും ഒരു 10 സ്വലാത്തില്ല. ആൾക്കാരോടൊക്കെ നീച്ചാൽ പറഞ്ഞു 10 സ്വലാത്തില്ല. ഇയാളെ ചുണ്ടനങ്ങി ഞങ്ങൾ നോക്കി. ഫോട്ടോഗ്രാഫർ ചുണ്ടൊക്കെ നോക്കി ശരിക്കും പകർത്താണ്. 10 സ്വലാത്ത് ഒരൊറ്റ സ്വലാത്ത് ഇപ്പൊ എന്തിനാ എതിർപ്പ്? ഇപ്പൊ ആരോടാ എതിർപ്പ്? വിദേഹത്തുകാരൊക്കെ മുസ്ലിങ്ങളല്ലേ, ഓലൊക്കെ അങ്ങനല്ലേ ഇങ്ങനല്ലേ, അത് ചെയ്യില്ല എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരില്ലേ? ആർക്കാണ് വിദേഹത്തുകാർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ളത്? ആരോടാണ്? എന്നോടോ നിങ്ങളോടോ അല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വിദേഹത്തുകാരൻ അവിടെ നേർക്ക് നേരെ അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിക്കാനോ അല്ലെങ്കിൽ നബിതങ്ങളൊന്ന് വിളിക്കാനോ ആരാ ധൈര്യപ്പെടുക? ബിദഅത്തിൽ മൂർച്ച കൂടിയ ആളാണ് കാണാതായി പോയ മൗലവി. അയാളെന്താ പറഞ്ഞിരുന്നത്? നിസ്കാരത്തിൽ പോലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നൊരു വിളി വിളിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് അയാൾ എത്തിപ്പെട്ട വിദേഹത്തുകാരോട് പറഞ്ഞത്, നിങ്ങളും ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളും നരകത്തിലാണ്. കാരണം നിങ്ങളും നിസ്കാരത്തിൽ എന്ത് വിളിക്കുന്നുണ്ട്? അസ്സലാമു അലൈക അയ്യുഹൻ നബി. അപ്പൊ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ വിളിക്കുന്നത്? അയാൾ പറഞ്ഞു, വിളിയാനില്ല, ഞാൻ സലാമ ഞാൻ പറയണ്ട, അസ്സലാമു അലൻ നബി എന്ന് പറയലാണ്. നിങ്ങൾ നോക്കി, നബിതങ്ങൾ പഠിപ്പിച്ചത് എത്ര പച്ചല തിരിച്ചത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് വിളിക്കാൻ ലോകത്തെ പഠിപ്പിക്കുന്നതാരാ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞെങ്കിലേ നിസ്കാരം ശരിയാകുള്ളൂ, കിട്ടാൻ പറ്റും. അപ്പൊ എത്ര മൂർച്ചുണ്ട് നബിതങ്ങളോടുള്ള വിരോധത്തില്. ഏറ്റവും കടുത്ത വിരോധം അവർക്കാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, വിദേശ സ്ഥലങ്ങളിലൊക്കെയുള്ള പണ്ഡിതന്മാരെ അധികവും കൊല്ലാകൊല നടത്തിയത് നിങ്ങൾ വിചാരിക്കരുത്. ആ പണ്ഡിതന്മാരെ കൊല്ലാകൊല നടത്തിയത് മുഴുവനും അവിടെയുള്ള യഹൂദികളാണ്, നസാറാക്കളാണെന്ന് ചിന്തിക്കരുത്. ബിദഅത്തുകാർക്ക് ഏറ്റവും നല്ലൊരു പങ്കതിലുണ്ട്. അവസാനത്തെ കണ്ണിയാണ് റമദാനിൽ ബൂത്തി. ആരാ ബൂത്തിയെ കൊന്നത്? വലിയ പണ്ഡിതനായ ബൂത്തിയെ കൊന്നത് ആരാ?